ദൈവസ്നേഹത്തോടെ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഒരു ഉടമ്പടി ജീവിതം അഥവാ ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ആൻസർ എൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇണപിരിയാത്ത ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ്. ദിസ് മേ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഒത്തിരി ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇത് പറയണേ. എൻ്റെ ഓളോടേസടം പറയണതല്ല. വെളുപ്പിനെ 3:30 മണിക്ക് എഴുന്നേറ്റതാണ്. ഞാൻ എപ്പോഴിങ്ങനെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീണ്ടും വിചാരങ്ങളുണ്ടാവും. ആൾക്കാരുടെ അനുഭവങ്ങളാണല്ലോ ഈ സാക്ഷ്യങ്ങളായിട്ട് ആൾക്കാർ പറയണത്. അപ്പോഴും നമ്മൾ സാധാരണ ഒരു ധ്യാന കേന്ദ്രങ്ങളിൽ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾക്കുള്ളിലെ അനുഭവങ്ങൾ ആൾക്കാർ പറയും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. അനുഭവങ്ങൾ ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി, അതുപോലെ തന്നെ കേസ് മാറി എന്നൊക്കെ പറയുന്ന ഈ പൊതുവെയുള്ള അതിൻ്റെ പുറമേ കാണുന്ന ഒരു ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന കുറച്ച് നമുക്ക് കാണാവുന്ന അനുഭവങ്ങളെക്കാളുപരി അനുഭവങ്ങൾക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്ക് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു അന്തർഭൗമ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവാനുഭവം എന്ന് തന്നെയാണ്. ദൈവാനുഭവം. അപ്പം ജീവിതാനുഭവവും നമുക്ക് ഭൗതികമായ അനുഭവവും ആത്മീയമായ അനുഭവങ്ങളും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമുക്ക് ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗബന്ധിയാണല്ലോ, നിയോഗബന്ധിയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിത സമ്മർദ്ദം വരുമ്പോഴാണ്, നമുക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുക്കുകയാണ്. ചിലപ്പോൾ ജോലികൾ നീണ്ടുപോവുകയും വരുമാനം ഇല്ലാതെ വരികയും മാസങ്ങളോളം വരുമാനം ഇല്ലാതെ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടും. ചിലപ്പോൾ വാടക താമസിക്കണമെങ്കിൽ ഉടയക്കാർ ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. നമുക്ക് ഒറ്റക്ക് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു സഹായം കിട്ടാനാണ്. കാര്യം ഉടമ്പടിയുടെ ബേസ്മെൻ്റ് അത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തുടങ്ങണത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യമൊന്നുമല്ല, കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിഷയമാണ്.
ജീവിതത്തിൽ ചില ഭൗതികമായ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോൾ സാമ്പത്തികം, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ സമാധാനം, വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരും ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മെരിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ട് നിൽക്കണ പോലെ തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ല. പിന്നെ വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. എന്താണ്? നമ്മൾ ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ബന്ധുക്കളും സ്വന്തപ്പെട്ടവർ പോലും നമുക്ക് രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ മോന്ത മാറും പെട്ടെന്ന് അവരിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം തിരിച്ചറിയും. എന്താണ്? എല്ലാവരും ഉണ്ട്, ആരും ഇല്ല. അത് കറക്റ്റാണ്. അത് നീ പെട്ടെന്ന് ഞാൻ പറയണത് നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ചില ആൾക്കാർ വയസ്സായാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു 10-25 വയസ്സിനുള്ളിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷെ ബേസിക്കായിട്ട് ആരുമില്ല. അത് നമ്മൾ 25 വയസ്സിനുള്ളിൽ തിരിച്ചറിയണം. ചില പൊട്ടന്മാർ അത് 70 വയസ്സാകുമ്പോഴൊക്കെയാണ് തിരിച്ചറിയണത്. അപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. കയ്യിൽ നിന്ന് എല്ലാം പോയി പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പണവും പൊന്നുമൊന്നുമല്ല, മറിച്ച് ദൈവവും. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലൈസ അജീഷ്, ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ്, മോള് ഇവാന, ഒരു മോനുണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ല നെല്ലിക്കാംപോയി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2020 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. മോള് ഉണ്ടായതിൻ്റെ 17 വർഷം കൂടി അവൾ മോളുണ്ടായതിൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ്. ഈ പ്രാവശ്യം എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വരാൻ കാരണം ഇമ്പോർട്ടൻ്റ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്.
ആ കൂട്ടത്തിൽ സാക്ഷ്യവും പറയണം, ഉടമ്പടി പുതുക്കണം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, 8 മാസം മുൻപ് ഞാൻ ഇവർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അവിടെ 1.5 വർഷം കഴിയാതെ ഒരിക്കലും നമുക്ക് വിസ അടിച്ച് കിട്ടില്ല ഇറ്റലിയിൽ. ഇപ്പം അങ്ങനെയാണ്. ഞാൻ എന്നും 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗം സമർപ്പിച്ച്, കാരണം കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കണം, അതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ആ ജപമാലയിൽ ഓരോ ജപമാല മണി ചെല്ലുമ്പോഴും എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച, അതായത് മിനിങ്ങാന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് ഇവരുടെ വിസ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് പോന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. അത് സാധാരണ കിട്ടാത്തൊരു സംഭവമാണ്. അത് ഞാൻ ആ ചെന്ന ഓഫീസിൽ അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്, മിറാക്കിളാണ് കിട്ടിയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് മെയ് മാസം പീരീഡ് ആയ ശേഷം ബ്ലഡ് നിൽക്കുന്നില്ല, ഓവർ ബ്ലീഡിങ്, 35 ദിവസം കണ്ടിന്യൂ ബ്ലീഡിങ് ആണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് പ്രശ്നമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം വയറേ തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഇവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 36-ാം ദിവസം ഞാനെന്നാ എല്ലാവരും എന്നോട് പറഞ്ഞു ഡോക്ടറെ പോയി ഒന്നുകൂടെ കാണാൻ. ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് തരാം, 3 ദിവസം കഴിക്കണം. അന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അവിടുത്തെ പള്ളിയിൽ. അപ്പം ഞാൻ പള്ളി തുറന്ന് കിടക്കുന്നു. അപ്പം ഞാനെന്നാൽ ഈശോയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് മേടിക്കാം. അങ്ങനെ ഞാൻ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഈശോയെ, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഒറിജിനൽ ഈശോയിനാണ് തൊട്ടത്, പക്ഷേ ഇത് നീ ഒരു രൂപം മാത്രമാണ് എൻ്റെ മുന്നിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് നീ ഒറിജിനലായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളമ്പിൽ തൊട്ട് കാലയിലും തൊട്ട് ഞാൻ കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒരു തുള്ളി ബ്ലഡ് പോലും പിന്നെ എനിക്ക് വന്നിട്ടില്ല. ഇത്രയും നാളും ഈ ദിവസം വരെ നോർമൽ പീരീഡ് തന്നെയായിട്ട് പോകുന്നു. അത് കാരണം ഞാൻ ഈ 35 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 8 കൂട് പാടെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയായിരുന്നു എനിക്ക് ബ്ലീഡിങ്. അത് ഈശോയും പരിശുദ്ധമ്മയും ചേർന്ന് എനിക്ക് സൗഖ്യം തന്നതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ ഒരു 2 മാസം മുൻപേ എനിക്ക് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിൻ്റെ ചെറിയ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്, എന്ത് കഴിച്ചാലും ക്ഷീണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്കൊരു പേടി, ഇനി തൈറോയിഡിനോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊരു പേടി തോന്നി. ഞാൻ അന്നു മുതൽ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നെ മരുന്ന് കഴിക്കാൻ അനുവദിക്കരുതേ അമ്മ മാതാവേ എന്ന്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഡോക്ടറെ ഒന്നുകൂടെ പോയി കണ്ടു, പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 6 മാസം കൂടുമ്പം ചെക്കപ്പ് ചെയ്താൽ മതി, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ ഈ പത്രത്തിൽ എഴുതാത്തതാണ്, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി. അപ്പം ഞാൻ ഇറ്റലിയിൽ 3 വർഷമായിട്ട് ഞാനൊരു വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കിട്ടുന്നുണ്ട് വീട്, പക്ഷെ നല്ല വീടുകളൊന്നുമല്ല, ഞങ്ങൾക്കത് കിട്ടുന്നുമില്ല. ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി പുതുക്കി തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ഇറ്റലിയിൽ നിന്നൊരു കോള്, ഇറ്റാലിയൻസ് തന്നെ എന്നെ വിളിച്ച് പറയുന്നു നീ വീട് അന്വേഷിക്കുന്നില്ലേ, നിനക്ക് വീട് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണം. അപ്പം പറഞ്ഞു എന്നാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിടാം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഒരു 10-25 വീട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഏറ്റവും നല്ലൊരു വീട് മാതാവ് എനിക്കും എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ ഒന്നിച്ചാണ് വീടെടുത്തത്. അവൾക്കും കൂടെ ഒരു വീട് തന്നു, നല്ല വലിയ 2 ബെഡ്റൂമും നല്ല ക്ലീനായ, ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ഒരു വീട് മാതാവ് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ വീടാണത്. അത് അമ്മ മാതാവ് തന്ന വീടായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞപ്പം മറന്നുപോയൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ജോലി ചെയ്ത വീട്ടിൽ നിൽക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്നപ്പോൾ എൻ്റെ ഉടമ്പടി കാശുരൂപം താഴോട്ട് പോയി. അപ്പം ഒരു ദിവസം ഫുള്ള് ഞാൻ എല്ലായിടത്തും തപ്പി, പക്ഷെ കിട്ടിയില്ല.
അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ പോയി ഉടമ്പടി എടുത്താൽ പുതിയത് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾക്ക് ആദ്യം എന്താണോ അതാണ് നമുക്ക് വലുത്, അത് നമ്മൾ നഷ്ടപ്പെടാൻ നോക്കരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മ, എനിക്ക് തരണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാൽക്കണി പിന്നെയും പോയി നോക്കുകയാണ് താഴോട്ട്. അപ്പോൾ ഒരു നീല കളർ വെട്ടം ഒരു മഴവില്ല് രീതിയിൽ എൻ്റെ കണ്ണിലോട്ടടിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, താഴെ കാശുരവും പോയാൽ കാശുരവും കിട്ടില്ല, കാരണം അതിലെ വണ്ടി പോകുന്ന വഴിയാണ്, വണ്ടി കയറി ഇറങ്ങും. എന്നാലും പിന്നെയും ആ വെട്ടം എൻ്റെ മുഖത്തോട്ടടിച്ചപ്പോൾ ഞാൻ നേരെ താഴോട്ട് പോയി ചെന്ന് നോക്കിയപ്പം ആ കാശുരൂപത്തിനൊന്നും ഒരു കേട് പോലും ഇല്ലാതെ കൊന്തയും കാശുരൂപവും കൂടെ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞില്ല, അമ്മയോട് സോറി പറയുന്നു, ക്ഷമ പറയുന്നു. ഈ കാശുരൂപം എനിക്ക് തിരിച്ചു തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ എനിക്ക് മെഴുകുതിരിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ അമ്മയുടെ ഈശോയുടെ രൂപങ്ങളായിട്ടും ഹാർട്ടായിട്ടും പിന്നെ എന്നാ പറയണ്ടേ, മെഴുകുതിരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഞാനിവിടെ കാണിച്ചിരുന്നു ഒരു രൂപം. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഈ നീലത്തിരിയിലും പച്ചത്തിരിയിലും എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ 2-3 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാനൊരു അമ്മച്ചിനെയാണ് നോക്കുന്നത്, ഹാൻഡിക്യാപ്റ്റഡായ. അപ്പോൾ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും പള്ളി പോകണം, പള്ളി പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ ആഴ്ചയോ 7 ദിവസം ഒരു വീട്ടിൽ ഈശോയുടെ രൂപം അല്ലെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ രൂപം നമുക്ക് തന്നുവിടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ദിവസം അത് ഈശോ അമ്മയുടെ മകനെ എനിക്കൊന്ന് കിട്ടുമോ, ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരാഴ്ച നീ കൊണ്ടുപോക്കോ ഈശോയിനെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. 7 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു, അതുപോലെ അന്തോനീസ് പുണ്യാളനും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയോട് അത് നമ്മളായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല, ഞാനിങ്ങനെ അമ്മയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ പറയുള്ളൂ, അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, അമ്മയുടെ ഈശോയുടെ ഹിതം എന്താണോ അത് നിറവേറ്റിയാൽ മതി, അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈശോയെ അമ്മയെ അതെനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റിനൊരു പ്രശ്നം വന്നപ്പം അവളുടെ പേര് ബിൻസി എന്നാണ്. അവൾക്കും ഇതേപോലെ അമ്മയുടെ വിശുദ്ധ തൈലം തൂത്ത് കൊടുത്ത് അവൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും ഈ ചെറുതും വലുതുമായ ഈ വലിയ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്നതിന് കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഇറ്റലിക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പത്രം ഞാൻ അവിടെ മേടിച്ച് അവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ മലയാളം പത്രം കൊടുക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ ഈ പത്രം തീരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ മൊബൈലിൽ പരിശുദ്ധമ്മയുടെ ഫോട്ടോ ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ വലിയ ഫോട്ടോ ആയിട്ട് എടുത്ത് ഇറ്റാലിയൻ വിശ്വാസ പ്രമാണം, അതായത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ വിശ്വാസ പ്രമാണം അച്ചടിപ്പിച്ച് ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ആ കൊടുത്തി മലയാളീസിന് കൊടുക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന അങ്ങനെ ഈ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ ഉടമ്പടി പുസ്തകമുണ്ടല്ലോ, അതിനകത്തെ തിരുവചനങ്ങൾ വാക്യങ്ങളെല്ലാം എഴുതി എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ ആർക്കും ഞാൻ ഗുഡ് മോർണിംഗ് ഇടാറില്ല, എല്ലാവർക്കും വചനമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഡെയിലി ബ്രെഡ്, പിന്നെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതൽ എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ടൈമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതൊരു വലിയ അത്ഭുതമാണ് മാതാവ് എനിക്ക് തന്നത്. സാലറി കുറവാണെങ്കിലും പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം മാതാവ് തന്നു. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ വചനം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ എനിക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. കാരണം ഞാൻ നോക്കുന്ന അമ്മച്ചിനെ കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് പോകണം. അതിനും മാതാവ് എനിക്ക് ഭാഗ്യം തന്നു. ഇതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഈ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, പുള്ളിയാണ് പൈസ ഇട്ട് അയച്ചു കൊടുക്കാറ്. അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ഇറ്റലിയിലാണെങ്കിലും ലാംഗ്വേജ് അറിയാൻ മേലാത്ത ഒത്തിരി പേരിപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് ആശുപത്രി കേസായിട്ടാണേലും അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ജോലിയുടെ ആവശ്യത്തിനാണേലും ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. കാരണം ഞാൻ 21 വർഷത്തോളമായി അവിടെ. അങ്ങനെ ഞാൻ മറ്റുള്ളവർ, കാരണം അവിടെ ആർക്കും ഭക്ഷണം കൊടുക്കാനൊന്നും ആരും മേടിക്കുകയില്ല, അങ്ങനെ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും എനിക്കിതൊക്കെ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും കൃപയും പരിശുദ്ധമ്മ ഈശോയും പരിശുദ്ധാത്മാവുമാണ് തന്നത്.
എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ചിപ്പി തോമസ്. ഇത് എൻ്റെ അച്ഛൻ റോയ് തോമസ്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത പൊൻകുന്നം ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. എൻ്റെ അച്ഛൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് മാസമാണ്. ആ സമയം മുതൽ ഞങ്ങളുടെ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗമെന്ന് പറഞ്ഞിരുന്നത് എൻ്റെ OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യം ഞാൻ OET 2019 മുതൽ പഠിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. 2022 ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്. അന്ന് അതെനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. പിന്നെ അതിനുശേഷം എൻ്റെ അച്ഛൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുകയും പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എഴുതിയ എക്സാമും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 2023 ജൂലൈയിൽ ഞാൻ നാട്ടിൽ വരികയുണ്ടായി. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നവംബറിൽ എക്സാം എഴുതി. ആ എക്സാം നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു. എക്സാം പാസ്സായെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. എനിക്ക് UK പോകണമെന്നായിരുന്നു വലിയ ആഗ്രഹം. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും കറക്റ്റ് കുറേയധികം പ്രശ്നങ്ങൾ UK വരികയും എനിക്ക് പോവാൻ യാതൊരു നിർവാഹവും ഇല്ലാതെയും വന്നു. എന്നിരുന്നാലും മറ്റൊരു രാജ്യത്തേക്ക് നോക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ UK കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂകളൊന്നും തന്നെ വന്നില്ല. കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നീട് എനിക്ക് എൻ്റെ OET ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തേക്ക് നോക്കാൻ പറ്റാവുന്ന സമയവും കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബറിൽ നോർക്ക വഴി ഒരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ ഏതാണ്ട് 5000-ൽ പരം ആളുകൾ അപേക്ഷിച്ച ആ ഇൻ്റർവ്യൂവിൽ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് ഇരുന്നപ്പോഴാണ് ദൈവമാതാവ് തന്ന അനുഗ്രഹം എത്രയാണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്. കാരണം അതിന് ഇൻ്റർവ്യൂവിന് വരാത്ത ആൾക്കാർക്ക് പകരം എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റാമോ എന്ന് നോക്കി ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാരെ ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഞാൻ അപ്പം തന്നെ എൻ്റെ പപ്പേനെ വിളിച്ചിട്ട് പറഞ്ഞു, ശരിക്കും ഇത് ദൈവം മാതാവും തന്ന അനുഗ്രഹം തന്നെയാണ്, അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരിക്കലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ലായിരുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ പാസ്സായി. ജൂലൈയിൽ എനിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നീട് പക്ഷേ അവിടെ NHSൽ നടന്ന ചില ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഒക്ടോബറിലേക്ക് അത് മുന്നോട്ടേക്ക് നീങ്ങിപ്പോയി. അതായത് എൻ്റെ OETക്ക് എന്ന് പറയുന്നത് 2 വർഷത്തെ വാലിഡിറ്റി ആണ് ഉള്ളത്. ആ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വീണ്ടും എഴുതിയിട്ട് പോകാം, അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് എനിക്ക് ഒക്ടോബറിൽ പോകാൻ പറ്റും, നവംബറിൽ എൻ്റെ വാലിഡിറ്റി തീരും. അങ്ങനെ പോയിട്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടൊരു എക്സാം ഉണ്ട്, ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ വീട്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ പപ്പയും വീട്ടുകാരും, ഞാനിപ്പോൾ ജോലിസ്ഥലത്താണ്, പപ്പ വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അതുപോലെ മാതാവിനോട് പ്രാർത്ഥിക്കും, പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്ടോബറിൽ പോകാനിരുന്നിരുന്ന എന്നെ ജൂലൈ 17-ാം തീയതിയിലേക്ക് പോകാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു. അങ്ങനെ എൻ്റെ വിസ വന്നു, ടിക്കറ്റ് വന്നു. ഈ മാസം 17-ാം തീയതി ഞാൻ UK പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പപ്പ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ തോതിൽ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ പപ്പ ആ ശീലം പാടെ ഉപേക്ഷിച്ചു. പിന്നെ അതിനുശേഷം എൻ്റെ പപ്പ മദ്യപിച്ചിട്ടില്ല. അതുപോലെ ചെറിയ തോതിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതൊക്കെ പപ്പയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അങ്ങനെ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹമില്ലാതെ ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി പറയാൻ
ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളിൽ കൂടുതലായും എന്നേക്കാൾ കൂടുതലായിട്ട് എൻ്റെ പപ്പയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പപ്പ എല്ലാ ദിവസവും, അതായത് ഈ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം എൻ്റെ പപ്പ പള്ളി പോകാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചില സമയത്തൊക്കെ എനിക്ക് കുർബാന മുടങ്ങാറൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ പപ്പ ഇന്നേ വരെ ഒരു ദിവസം പോലും പള്ളി പോകാത്തതായിട്ടില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടുത്തെ യൂട്യൂബിലും ടി വിയിലൊക്കെ ആയിട്ട് കൃപാസനത്തിൻ്റെ എല്ലാ വീഡിയോകളും സാക്ഷ്യങ്ങളും കേൾക്കുകയും എനിക്കത് ഷെയർ ചെയ്ത് തരും. അതുപോലെ പപ്പ എൻ്റെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞു തരുമൊക്കെ എന്നും ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പത്രം വിതരണം ചെയ്യാറുണ്ട് പല മേഖലകളിലായിട്ട്. അതുപോലെ പപ്പ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണാൻ പോകാറുണ്ട്. പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ തിരുക്കുമാരനും അമ്മ മാതാവും വഴി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.